ഓക്കെ, നമുക്ക് ഈ ഒരു നിമിഷം മാത്രമാണുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു പ്രസന്റ് മൂമെന്റിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം, മറ്റുള്ളവർക്ക് കഴിയുന്നത്ര ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മുടെ ജീവിതത്തില് നമുക്ക് പലപ്പോഴും എപ്പോഴും ഇപ്പൊ ഞാൻ ചെയ്യുന്നത് സംസാരിക്കുകയാണ്, നിങ്ങൾ എന്നെ കേൾക്കുകയാണ് അല്ലെ. നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ സംസാരിക്കാൻ? സംസാരിക്കുന്നതാണോ ഇഷ്ടം, കേൾക്കുന്നതാണോ? രണ്ടും ഇഷ്ടമാണ്. സൂബി മാമിന് രണ്ടും ഇഷ്ടമാണ്. പലപ്പോഴും നമുക്ക് സംസാരിക്കാനാണ് ഇഷ്ടം. നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ ഇങ്ങനെ മറ്റുള്ള ഒരാളോട് പറയാന്ന് പറയുന്നത് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. കേൾക്കാന് പലർക്കും ചിലർ കേൾക്കുന്നുണ്ടാവാം, ചിലര് അത് ഇങ്ങനെ കേൾക്കാൻ അത്ര ഒരു ഇൻട്രസ്റ്റ് കാണിക്കാറില്ല അല്ലെ. കൂടുതൽ ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ. നമ്മളൊരു പേപ്പറൊക്കെ ഇങ്ങനെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പോ നമ്മുടെ സൗണ്ടില് എന്തുണ്ട്, ഒരു എനർജി ഉണ്ട് അല്ലെ. സയൻസ് പറയുന്നതാണ് സൗണ്ട് എനർജി. വേരിയസ് ടൈപ്സ് ഓഫ് എനർജിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഹീറ്റ് എനർജിയാണ്, സൗണ്ട് എനർജിയാണ്, എല്ലാ എനർജിയാണ് ഇവിടെ ഉള്ളതെല്ലാം അല്ലെ. നമ്മൾ സംസാരിക്കുമ്പോൾ ആ സൗണ്ടിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് സൗണ്ട് എനർജി. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് ആരോടാണ്? ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് ആരോടാണ്? നമ്മോട് തന്നെ. താങ്ക് യു ഹബീബ. സെൽഫിനോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. നമ്മള് ഇപ്പം ഞാനിപ്പം ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് എങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്നോട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ പല കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ എന്നോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ തന്നെയാണ്. നിങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. എപ്പോഴും നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തകൾക്കൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സംസാരമാണ് അല്ലെ. As you sow in your subconscious mind, so shall you reap your body and environment എന്നാണ് ജോസഫ് മർഫി പറയുന്നത്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മുടെ ശരീരത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ കൊയ്യും എന്നാണ് ജോസഫ് മർഫി പറയുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ നമ്മളോട് പറയുന്നത്, അത് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ നമ്മൾക്ക് കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതും അല്ലെ. വിതച്ചതേ കൊയ്യൂ എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ തോട്ടിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ടോക്കിങ്ങില് നമുക്ക് ഇട്ട് കൊടുക്കുന്ന കാര്യമാണ് നമുക്ക് കൊയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ആർ യു ടെല്ലിങ് ടു യുവർ സെൽഫ് അല്ലെ. നിങ്ങൾക്ക് പലർക്കും അറിയാം, ഞാൻ തസ്ലീന ഹംസ. ഞാൻ EFTയിലെ ട്രെയിനറാണ്, PCA ഹെഡാണ്. ഓക്കെ, അപ്പോ നമ്മളോട് സംസാരിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? സെൽഫ് ടോക്ക് എന്ന് പറയും അല്ലെ. നമ്മളോട് എന്താണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഷപ്ന മാം കേൾക്കുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേൾക്കാം എന്നാണ് അല്ലെ. കേൾക്കുന്നില്ലേ? ബഷീർ സർ എന്നെ കേൾക്കാമോ? ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മൾ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മറ്റുള്ളവര് നമ്മളോട് എന്ത് പറയുന്നു എന്നല്ല, നമ്മുടെ ഉള്ളോട് അല്ലെ. സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഇന്നർ വോയിസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഡയലോഗാണ്. നമ്മൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ, അത് നല്ലതാവാം ചീത്തയാവാം, എന്തൊരു കാര്യമാവട്ടെ, നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള
ഉള്ളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് നമ്മുടെ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ് ടോക്കിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു ഒരാള് കൊട്ടയില് കുറെ മുട്ടയും കൊണ്ട് പോവാണ്. മുട്ട ടൗണിൽ പോയിട്ട് വിറ്റിട്ട് കാശ് ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മുട്ട വിൽക്കും, മുട്ട വിറ്റിട്ട് ഞാൻ കോഴിയെ വാങ്ങും, കോഴിയെ വിറ്റിട്ട് ഞാൻ ആടിനെ വാങ്ങും, ആടിനെ വിറ്റിട്ട് ഞാൻ ആ കാശ് കൊണ്ട് ഞാൻ പശുവിനെ വാങ്ങും, പശുവിന്റെ പാല് കറന്ന് ഞാൻ എല്ലായിടത്തും സപ്ലൈ ചെയ്യും, എന്നിട്ട് ഒരുപാട് കാശ് ഉണ്ടാക്കും. ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ നല്ല പട്ടുമെത്തയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നു പറഞ്ഞാൽ ഒറ്റച്ചാട്ടം അയാള് കിടക്കുകയാണ്. ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുന്നു പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് കിടന്നതും അയാളുടെ മുട്ട മൊത്തം തലേന്ന് വീണ് പൊട്ടിയിട്ടുണ്ടാവും. ഇല്ലേ? കിടന്നാല് പൊട്ടൂലേ? ഇല്ലേ? ഇങ്ങനെ ആക്ഷൻ കാണിച്ചു, മുട്ട മൊത്തം പൊട്ടി. അയാൾക്ക് മുട്ടയില്ല, കോഴിയില്ല, പശുവില്ല, പാലുമില്ല, പട്ടുമെത്തയില്ല. ഈ ഒരു രീതിയിൽ അല്ലെ നമ്മുടെ ചിന്തയാണ്. നമ്മുടെ ചിന്തയിലൂടെ ഇപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അങ്ങനെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ സെൽഫ് ടോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കും. എന്നാൽ പലപ്പോഴും കൂടുതലായിട്ടും നമ്മൾ സംസാരിക്കുക, പലരും കേട്ടോ, എല്ലാവരും അല്ല, പലരുടെയും മനസ്സിൽ കൂടുതലായിട്ടും വരുന്ന ടോക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് അല്ലെ? നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഗിൽറ്റ് ചെയ്തുകൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട്, എന്നെ ബാഡ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട്, മോശമായിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ട്, അതേപോലെ തന്നെ പെസിമിസ്റ്റിക് ആയിട്ട്, അതായത് അശുഭാപ്ത വിശ്വാസത്തോടെ, ഒന്നിനും ഒരു പോസിറ്റിവിറ്റി കാണാത്ത ആ ഒരു ചിന്ത, എല്ലാം മോശമാണ്, പറ്റൂല, ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ടോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവ് സെൽഫ് ടോക്ക് വരാറുണ്ടോ? ഇല്ല? ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ യെസ് എന്ന് പറയും. നെഗറ്റീവ് സെൽഫ് ടോക്ക് ഇപ്പോഴും ഉണ്ട് എങ്കിൽ യെസ് എന്ന് പറയും. വരാറില്ല അല്ല, വരാറുണ്ട്, ഇപ്പോഴും വരാറുണ്ട്. യെസ്, എനിക്ക് വരാറുണ്ട്. ഓക്കെ, ചെറിയ രീതിയിൽ. അതെ, നമുക്ക് വരാറുണ്ട്. വരില്ല എന്ന് പറഞ്ഞാൽ അത് യെസ്, എല്ലാവർക്കും വരും അല്ലെ? നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് സെൽഫ് ടോക്ക് വരാറുണ്ട്. അപ്പൊ നെഗറ്റീവ് സെൽഫ് ടോക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? അതുകൊണ്ട് നമുക്ക് എന്താണ് ഉണ്ടാവുക? എന്താണ് നെഗറ്റീവ് സെൽഫ് ടോക്കിൽ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത്? നമുക്ക് ആങ്സൈറ്റി വരാം അല്ലെ? സ്ട്രെസ് വരാം, ആങ്സൈറ്റി വരാം, ഇൻസെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ, ഞാൻ സേഫ് അല്ല എന്നൊരു തോന്നൽ വരാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് കുറഞ്ഞു പോവാം. ആത്മവിശ്വാസമില്ലാത്ത പല ആളുകൾ നമ്മുടെ കോഴ്സിലേക്ക് വരുന്ന ആളുകൾ പറയാറുണ്ട്, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ ആദ്യമൊക്കെ നല്ല കോൺഫിഡന്റ് ആയിട്ടായിരുന്നു നടന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരാളെ അല്ലായിരുന്നു. അടിപൊളിയായിട്ട് നടന്നത്. ഞാൻ എന്തൊരു സ്മാർട്ട് ആയിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അല്ലെ? എന്താണ് പറ്റിയത്? ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് കൂടുന്നതാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സിറ്റുവേഷൻ മാറുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ടോക്ക് രീതി തന്നെ മാറും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പെയിന് ഉണ്ടാവുമ്പോൾ ഈ സെൽഫ് ടോക്ക് നെഗറ്റീവ് ആകുമ്പോൾ അവർക്ക് ആ ഒരു പെയിനിനെ ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും അല്ലാത്ത ആളുകൾക്ക് ആ പെയിനിനെ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവിലും വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്കിപ്പം എന്തൊരു കാര്യം വരികയാണെങ്കിലും, എന്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഫസ്റ്റ് ചിന്തിക്കുക എന്താണ്? ഞാൻ തോറ്റുപോവോ? അതെന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ ചെയ്താൽ ശരിയാവോ? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും അല്ലെ? ആദ്യം ഇവര് നല്ല നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോയിരുന്ന ആളുകളാകും. അതെ, മാനസികമായിട്ട് തളർന്നു പോകും അല്ലെ? അപ്പൊ ചില കാര്യങ്ങള് ഇവരിൽ എന്ത് ചെയ്തു? ഇവര് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, എന്നെ കൊണ്ട് അത്രയും കഴിവില്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ഞാൻ ചെയ്താൽ എനിക്ക് ഒരു ധൈര്യമില്ലായ്മ, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, ഞാൻ അത്ര പോരാ, അവര് അത് ചെയ്യുന്ന അവർക്ക് കഴിവുണ്ട്, എന്നെ കൊണ്ട് അത്ര പോരാ എന്നുള്ളൊക്കെ ആ ഒരു തോട്ട് വരും. അപ്പൊ അതില് ഇപ്പൊ നമ്മള്
ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇത് തന്നെയാണ് അതിന്റെ എക്സാമ്പിൾ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് എന്താണ്, എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ കാണാൻ കൊള്ളൂല, ഞങ്ങൾക്ക് ക്യാഷ് ഇല്ല, അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്, നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ. ആരും എന്നെ ആർക്കും ഇഷ്ടമല്ല, ഇല്ലേ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല, എന്നെ കൊണ്ട് കഴിയൂല, എനിക്ക് ആരോഗ്യമില്ല, അങ്ങനെ അങ്ങനെ ഒരുപക്ഷെ ഇവര് പറയുന്ന ആ ഒരു തോട്ട് ആക്ച്വലി കറക്റ്റ് ആവണമെന്നില്ല. ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെയൊക്കെയാണ്, ബുദ്ധിയില്ല, ഞാൻ പഠിച്ചാൽ ശരിയാവില്ല, എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ചിലരൊക്കെ പറയും ആ കോഴ്സ് നീ ചെയ്യും, അപ്പൊ അവരുടെ ഉള്ളിൽ തന്നെ വരും, ഓ എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഇത്രയും ആയില്ലേ, എന്നെ കൊണ്ട് അതിനൊന്നും കഴിയൂല. ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ വരും എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും. പക്ഷെ ഇവര് ഇറങ്ങുകയാണെങ്കിൽ ഇവർക്ക് വിജയിക്കാൻ കഴിയും. പക്ഷെ ഇവരുടെ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് കാരണം, നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് കാരണം ഇവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, ഡോണ്ട് ബി എ വിക്ടിം ഓഫ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. റിമെമ്പർ, യു ആർ ലിസൺ. അതായത് നമ്മൾ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്കിന്റെ വിക്ടിം ആകരുത്. കാരണം നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആര് ശ്രദ്ധിക്കുന്നുണ്ട്? അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയിട്ട് അത് അതുപോലെ ആവുന്നുണ്ട്, അല്ലെ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അത് അതുപോലെ ഏറ്റെടുത്ത് നടത്തി തരും എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ ഈ നെഗറ്റീവായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സന്ദേശം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് നിർത്തണ്ടേ, അല്ലെ? എങ്ങനെ നമുക്കൊന്ന് അതിന് കൺട്രോളിൽ വരുത്താം എന്ന് നോക്കാം. നമ്മൾ എന്താ ചെയ്യണ്ടേ? ബി അവെയർ ഓഫ് വാട്ട് യു ആർ സേയിങ് ടു യുവർ സെൽഫ്. നമ്മളോട് തന്നെ എന്താണ് പറയുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന് കണ്ണടിച്ച് നോക്കിയാൽ നിങ്ങളുടെ മൈൻഡ് ഇപ്പൊ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കണ്ണടിച്ച് നോക്കൂ. കുറെ ആവലാദികളും ഭയവലാദികളും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലരുടെ മനസ്സിലും, അല്ലെ? പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കിട്ടിയോ? ഒന്നോ നെഗറ്റീവ് കിട്ടിയോ? യെസ്, കുറച്ചും കൂടെ പേര് വീഡിയോയിൽ വരൂ കേട്ടോ. കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരൂ. ഓക്കെ, നെഗറ്റീവ് തോട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ എന്താണ്, യു ആർ ബ്ലെസ്ഡ്. യെസ്, ആങ്സൈറ്റി ആണ് വരുന്നത്. ചിലർക്ക് വിഷമായിരിക്കും, ചിലർക്ക് എന്തോ സങ്കടമായിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ, അല്ലേ, നമുക്ക് ഉണ്ടാവും. ചായ കുടിച്ചില്ല, യൂസറിന് ചായ കുടിച്ചിട്ടില്ല എന്നുള്ള നെഗറ്റീവ് തോട്ടാണ് വന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവ് അത് കുറെ ഇങ്ങനെ കിടക്കല്ലേ, ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കാണ്, അത് വരും. അപ്പൊ നമുക്ക് അത് കുറയ്ക്കാനേ, കൺഗ്രാറ്റുലേഷൻ, അസ്മ മാമിന് പോസിറ്റീവായിട്ടാണ് കിട്ടിയത്, അല്ലേ? അതെ, ജോലികളൊക്കെ എളുപ്പം തീരുവോ, അതൊക്കെയാണ് അങ്ങനെയുള്ള ആശങ്കകളും വ്യാകുലതകളൊക്കെ നിറഞ്ഞ ചിന്തകളാണ് നമ്മളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒന്ന് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കിനെ നമുക്ക് കുറയ്ക്കാം ഒന്ന് നോക്കാട്ടോ. ബി അവെയർ ഓഫ് വാട്ട് യു ആർ സേയിങ് ടു യുവർ സെൽഫ്. നിങ്ങളോട് എന്താണ് പറയുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, നമ്മളിലേക്ക് ഒന്ന് നോക്കുക, സ്വയം ചോദിക്കുക. ഞാൻ ഇങ്ങനെ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റണില്ല, എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിയണില്ല, എന്റെ ജോലി പെട്ടെന്ന് തീരുന്നില്ല, അത് എന്തോരം ജോലിയാ, ഇതൊക്കെ ഞാൻ എപ്പോഴാ ചെയ്ത് തീർക്കുക, എന്നെ കൊണ്ടൊന്നും പറ്റൂല, എനിക്ക് ഭയങ്കര ക്ഷീണം വരുന്നു, അത് കാണുമ്പോ തന്നെ നമുക്ക് ക്ഷീണം വരും, അല്ലേ? ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് പറ്റുക, എന്നെ കൊണ്ടൊന്നും കഴിയൂല എന്നൊക്കെ നമ്മൾ പറയുമ്പോ ചായ കുടിച്ചിട്ടില്ല, അല്ലെ, ഇത്രയും നേരമായിട്ടും ചായ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ നെഗറ്റീവ് തോട്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റൂല എന്ന്, അല്ലെങ്കിൽ നിന്നെ കാണാൻ കൊള്ളൂല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഈ പറയുന്ന നമ്മളോട് പറയുന്ന ഈ സംസാരം നമുക്ക് മറ്റൊരാളോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവര് നമ്മളെ കേട്ട് നിൽക്കുവോ? കേട്ട് നിൽക്കും, കുറച്ചു നേരം, ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കേട്ട് നിൽക്കും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ വരുമ്പോ അവരപ്പുറത്തൂടെ പോകും, അല്ലെ? അവരെ നമ്മളെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? ഇതുപോലെയുള്ള ഈ സെൽഫ് ടോക്കിനെ ഒന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം.
അതെന്തൊക്കെയാണ് എന്റെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് തോട്ട് എന്ന് കണ്ടെത്തിയതിനു ശേഷം അതിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ചലഞ്ച് യുവർ തോട്ട്സ്, നമ്മുടെ ചിന്തകളെ നമ്മൾ വെല്ലുവിളിക്കുക. എന്താണ്? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ ഈ കാര്യത്തിന്, അതായത് ഞാനിപ്പോ ചിന്തിക്കുന്ന ഈ കാര്യത്തിന്, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ വരുന്ന ഈ കാര്യത്തിന് വല്ല അടിസ്ഥാനം ഉണ്ടോ? അപ്പൊ നമ്മൾ പറയണേ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അയാൾ എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തു, അങ്ങനെ 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 നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മുടെ ചിന്തയിൽ അതന്നെ വന്നുകൊണ്ടിരിക്കുക. എന്നോ നടന്ന കാര്യമായിരിക്കും. ഞാൻ ഈ ചിന്തിക്കുന്നത് കൊണ്ട് വല്ല അടിസ്ഥാനം ഉണ്ടോ, വലിയ കാര്യമുണ്ടോ, വലിയ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പൊ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് തോട്ട് ഉണ്ട്. അപ്പൊ ആ നെഗറ്റീവ് തോട്ട് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ചിന്ത കൊണ്ട് എനിക്ക് എന്താണ് കിട്ടുന്നത്? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അതൊന്ന് നമ്മൾ എഴുതി നോക്കുക. എന്റെ മനസ്സിൽ ഇപ്പൊ എന്താണ് ചിന്ത വരുന്നത്? ഈ ചിന്തയാണ്. അത് എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഉറക്കെ വായിക്കുമ്പോൾ അതിന്റെ ആ ഒരു എഫക്റ്റ് കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എന്താണ് വാട്ട് യു ആർ ടേക്കിംഗ് ഇൻ, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എന്താണ് എടുക്കുന്നത്? എന്താണ് ഞാൻ എടുക്കുന്നത്? അപ്പൊ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? എന്റെ ചുറ്റുപാടിൽ നിന്ന് കാണുന്ന കാര്യം എന്താണ്? ഞാൻ മൊബൈലിൽ കാണുന്ന കാര്യം എന്താണ്? ന്യൂസിൽ കാണുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ എന്റെ ഉള്ളിലേക്ക് എന്താണ് കൊടുക്കുന്നത്? നമ്മൾ ചിലരുണ്ട് രാവിലെ ന്യൂസ് പേപ്പർ എടുക്കും. അപ്പൊ അവിടെ തട്ടിക്കൊണ്ടുപോയി, എങ്ങനെ സ്വർണം തട്ടി കൊണ്ടുപോയി, എങ്ങനെ പിടിച്ചു, അല്ലെങ്കിൽ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി, MDM പിടിച്ചു, അങ്ങനെ അല്ലെ, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ചരമകോളം, ഒരു വീട്ടിൽ എത്രയേ ആളുകളും ആക്സിഡന്റിൽ മരിച്ചു, അല്ലെ? ഇതുപോലെയുള്ള കാര്യങ്ങളാണ് രാവിലെ തന്നെ നമ്മൾ നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചില ആളുകൾ നമ്മൾ മൊബൈലില്, സോഷ്യൽ മീഡിയയില്, യൂട്യൂബിലൊക്കെ വാച്ച് ചെയ്യുന്ന കാര്യമാണ് ഈ കുടുംബ കലഹം. എങ്ങനെ അമ്മായിയമ്മയുടെ, അല്ലെങ്കിൽ സീരിയലുകൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ കലഹങ്ങളാണ് അവരിങ്ങനെ കാണിച്ച് സീരിയലിലൊക്കെ. സോറി ട്ടോ, സീരിയല് എനിക്ക് ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഒരു കുറെ മാലയൊക്കെ ഇട്ട് വന്ന്, സാരിയൊക്കെ എടുത്ത് വന്ന്, അല്ലേ, അങ്ങ് അവര് പറയുന്ന വാക്കുകൾ ചെറിയ കുഞ്ഞു മക്കളുടെ വായി കൊണ്ട്, അല്ലെ, അവരൊക്കെ ആ കുഞ്ഞു മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്നത്, അവർ ചെയ്യുന്നത്, അല്ലെ, അത്രയും ദുഷ്ടത്തരൊക്കെയാണ് ചെയ്യുന്നത്, കാണുന്നത്. അപ്പൊ ഇവര് ഈ ബുദ്ധിയില്ലാത്ത കുറച്ച് അമ്മമാരും ഉമ്മമാരൊക്കെ ഉണ്ട്. കണ്ടോ കണ്ടോ ഇവര് കാണിക്കുന്നത് കണ്ടോ? അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഇതാണ്, ഈ ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം നമുക്കറിയാം, ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാല് അതിന്റെ ആ ഒരു വേർഡ്സ് ഉണ്ടല്ലോ, സിനിമയിലെ പാട്ടുണ്ടല്ലോ, നമ്മൾ ചിലപ്പോ എപ്പോഴോ കേട്ടൊരു പാട്ടായിരിക്കും. ചിലപ്പോ നമ്മൾ അറിയാതെ ചില സമയത്ത് മൂളാറില്ലേ? അല്ലെ, എനിക്ക് വരാറുണ്ട് കേട്ടോ അങ്ങനെ. ചിലപ്പോ അപ്പൊ നമ്മൾ ഓർത്തിട്ടേ ഉണ്ടാവില്ല. അത് നമ്മൾ എവിടുന്ന വരുന്നത്? നമ്മൾ അത് കണ്ടു, അവിടെ വിട്ടു, എങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടക്കുകയാണ്. അതേപോലെ അതിലെ സീനുകൾ, ഇത് എന്താ, എനിക്ക് ചില സിനിമയിലെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഈ ചില ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. പേടിയെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ കാണുന്നത്. ഈ ഹൊറർ മൂവീസ് അതുപോലെയുള്ള കാണുന്നത് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. ഈ കുട്ടികളൊക്കെ ഇപ്പൊ കാണാം ഇങ്ങനെ, എന്താ, അവരുടെ ഗെയിമൊക്കെ കണ്ടിട്ടില്ലേ? ചില പേടിപ്പെടുത്തുന്ന ഗെയിമുകൾ, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാല് നമ്മുടെ മക്കൾക്കാട്ടെ നമുക്കാട്ടെ അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മളിൽ ഉണ്ടാവും. നമ്മൾ എത്ര ഇത് പറഞ്ഞാലും, എത്ര ധൈര്യത്തോടെ കാണുന്ന ആളാണെങ്കിലും പേടിച്ചിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മളിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്ത് തരിക. ഒരു കാര്യം കേട്ടിട്ടുണ്ട്, ഒരാളുടെ വണ്ടി എന്തോ ആക്സിഡന്റ് ആവുന്നു. എപ്പോ അയാൾ വണ്ടി എടുത്ത് പോവുകയാണെങ്കിലും ആക്സിഡന്റ് ആവും. അപ്പൊ ഇയാൾ കാണുന്നത് സംഭവം എന്താ? അപ്പൊ കുറെ നോക്കിയിട്ട് മനസ്സിലാവില്ല, എന്താ ഇപ്പൊ ഇത് ഇങ്ങനെ ആക്സിഡന്റ് ആണ്? വല്ല പിശാചിന്റെ എന്തെങ്കിലും ഇതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടോത്രാണോ ഇങ്ങനെ ഇയാൾക്ക് ഇത് സംഭവിക്കുന്നത്? അപ്പൊ നോക്കുമ്പോഴെന്താണ്, ഇയാൾ കാണുന്ന സംഭവങ്ങൾ മുഴുവൻ, ഇയാൾ കാണുന്നതും കേൾക്കുന്നതും വായിക്കണതും വാച്ച് ചെയ്യണ മൂവി മുഴുവൻ ഇതുപോലെയുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്, അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് നമ്മൾ എന്താണോ, അല്ലെ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ജോസഫ് മർഫിയുടെ കാര്യം, അല്ലെ, കോട്ട് പറഞ്ഞല്ലോ, എന്താണോ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത്, അത് നമ്മുടെ ബോഡിയിലും നമ്മുടെ സറൗണ്ടിങ്സിലും അത് സംഭവിക്കുന്നു എന്നാണ്. അപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങൾ, സീരിയലുകൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ
സാഹചര്യങ്ങൾ നിങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ റീപ്ലേസ് യുവർ തോട്ട് വിത്ത് പോസിറ്റീവ് തോട്ട്സ്. എന്താണോ ആ തോട്ട് വരുന്നത്, ആ തോട്ടിനെ നമുക്ക് പോസിറ്റീവ് ആക്കിയിട്ട് കൊടുക്കാം. അതായത് ഇപ്പൊ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയാണ്, എന്നെ കൊണ്ട് കഴിയും, ഞാൻ വിചാരിച്ചാൽ എന്നെ കൊണ്ട് ഇത് കഴിയാവുന്നതേ ഉള്ളൂ. അവർക്ക് കഴിയുന്നുണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ട് എനിക്ക് കഴിയില്ല? നമ്മളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ സുന്ദരിയല്ല, അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളൂല എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ കണ്ണാടിയിൽ പോയിട്ട് നമ്മുടെ ഓരോ ഓർഗൻസ്, നമ്മുടെ ഫേസ് ഓരോന്ന് നമ്മൾ പറയാ. നമ്മൾ അല്ലാത്ത കുറെ ആളുകൾ നമ്മളൊന്ന് നോക്കുക ചുറ്റുഭാഗത്ത്. ഐശ്വര്യ റായിയെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അതുപോലെയുള്ള ആളുകളെ വെച്ചിട്ടല്ല നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു ഏറ്റവും പ്രത്യസ്റ്റ് ആയിട്ടുള്ള ഒരു ഗേളിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരാളെ വെച്ചിട്ടോ അല്ല നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യേണ്ടത്. അല്ലാത്ത കുറെ ആളുകളുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് എലിജിബിലിറ്റി ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്, അല്ലെ? പടച്ചോൻ തന്നിട്ടുണ്ട്, ഒരുപാട് കഴിവ് തന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഹെൽത്തി ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മളെ പോലെ നടക്കാൻ പറ്റാത്ത കുറെ ആളുകൾ ഈ ലോകത്തുണ്ട്, അല്ലെ? നമുക്ക് കണ്ണ് കണ്ട് ഇതുപോലെയുള്ള മൂക്കും വായും ഒക്കെ യഥാസ്ഥാനത്താണ് ഉള്ളത്. ഇതൊന്നും ഇല്ലാത്ത ആളുകളും ഈ ലോകത്തുണ്ട്. നമ്മളോട് പറയാറുണ്ട്, അല്ലെ? പ്രവാചകൻ പറയാറുണ്ട്, എന്താന്ന് വെച്ചാല് നമ്മള് ഹോസ്പിറ്റലുകൾ വിസിറ്റ് ചെയ്യാൻ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ അനുഭവിക്കുന്ന ആളുകളുടെ അനുഭവം കണ്ടാല് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹെൽത്ത് നമ്മൾ എത്രയോ ബെറ്റർ ആണ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ മറ്റുള്ളവരുടെ കുറവുകൾ, കൂടുതലുള്ള ആളുകളുടെ, നമ്മളെക്കാളും ഹൈയിലുള്ള ആളുകളെ മാത്രമല്ല നോക്കേണ്ടത്, നമ്മളെക്കാളും ഇല്ലാത്ത ആളുകളെ നോക്കുക. അതുപോലെ നമുക്ക് കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുന്നതിലൂടെ, നമ്മൾ അവർക്ക് സർവീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. നമുക്ക് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും സർവീസ് ചെയ്യുന്നതിലൂടെ, അല്ലെ? അതേപോലെ നമ്മുടെ കുറവുകളെ നമ്മൾ കാണുന്നത് കുറച്ച് നമ്മളുടെ നിറവുകളിലേക്ക് നോക്കാനുള്ള ഒരു പ്രചോദനം കൂടെ നമുക്ക് ഇതുപോലെ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കും, അല്ലെ? നമ്മൾ വലിയ വീടുകൾ മാത്രം നോക്കുന്നതിന് പകരം, വീടില്ലാത്ത ആളുകളുണ്ട്, സ്വന്തമായിട്ട് കയറി കിടക്കാൻ വീടില്ലാത്ത ആളുകളുണ്ട്, അല്ലെ? നമ്മുടെ കുഞ്ഞു കാര്യം, ഒരു കാര്യം ഇല്ലാത്ത കാര്യത്തിനാണ് ഊതിപ്പെരുപ്പിച്ച് ചിന്തിച്ച് കൂട്ടി അതിങ്ങനെ വീർത്ത് കൊമള വീർത്ത് ഇങ്ങനെ വരുന്നത്. പക്ഷെ അതൊന്നുമില്ല. അപ്പൊ ഈ ഇങ്ങനെ നോക്കാതെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് മാറ്റിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇല്ലാത്തവരെ കൂടെ നമ്മൾ നോക്കുക. നമ്മുടെ നിറവുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നന്ദിയുള്ള ആളുകൾക്ക് ഈ ഇതുപോലെയുള്ള നെഗറ്റീവ് തോട്ട്സ് വരുന്നത് കുറവായിരിക്കും. നമ്മുടെ കുറവുകൾ എണ്ണി നോക്കുന്നതിന് പകരം നിറവുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുക. ഓക്കെ. പിന്നെ വരുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു തോട്ട് റീപ്ലേസ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാം. ഓക്കെ. എനിക്കൊന്നിനും കഴിയില്ല എന്നുള്ള തോട്ടുകളൊക്കെ മാറ്റി എനിക്ക് കഴിയും എന്നുള്ള സെൽഫ് ടോക്ക് നമ്മളോട് തന്നെ പറയുക. ഓക്കെ. പിന്നെ ഇനി എന്താണ്? നമുക്ക് പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിന്, അല്ലെ? നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ടോക്ക് വരുന്നത്, അല്ലെ? നമ്മൾ ചിന്തിക്കുന്നത് തന്നെയാണ് നമ്മുടെ ടോക്ക്. അപ്പം എന്താണ്? നമ്മൾ നന്നായിട്ട് ചിന്തിക്കുന്നത്, നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട്, അല്ലെ? ശുഭാപ്തി വിശ്വാസക്കാരായിട്ട്, അതുപോലെ തന്നെ നമ്മളുടെ കഴിവുകളെ, നമ്മുടെ നന്മകളിലേക്ക് നമ്മൾ നോക്കുന്നതാണ്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്, നമ്മുടെ ഇന്റേണലി നമ്മൾ സംസാരിക്കുന്നതിനെയാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത് ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് ഉള്ള ആളുകളില് അവരുടെ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം ഇംപ്രൂവ് ചെയ്യും. അവരുടെ ആത്മാഭിമാനം കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർക്ക് സ്ട്രെസ്സുകൾ, ജീവിതത്തിൽ വരുന്ന സമ്മർദ്ദങ്ങളെ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ സുസ്ഥിതി, അല്ലെ? വെൽബീയിങ്ങിന് അവർക്ക് വെൽബീയിങ് കൂടുതലായിരിക്കും, ആരോഗ്യ അവസ്ഥ. ഓക്കെ. അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മള് 2018 നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉള്ള ആളുകളിൽ ഡിപ്രഷനും ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിരിക്കും.
എന്നാൽ പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക് ചെയ്യുന്ന ആളുകളിൽ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ അവരുടെ സ്ട്രെസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ അവരിൽ നല്ല ഒരു അവരുടെ മൈൻഡിന് അവർക്ക് നല്ലൊരു സെൽഫ് കൺട്രോൾ ഉണ്ടാവും. പിന്നെ അതുപോലെ പെയിന്, നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉള്ള ആളുകളിൽ പെയിൻ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത്രയും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഇവരുടെ പെയിനിൽ അവർക്ക് അത്രയും ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞു കാര്യം നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ വീക്ക് ആണെങ്കിൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അപ്പക്കേനും ചിലർക്ക് അറിയുന്നതായിട്ടില്ലേ, ഇതാരോ പറഞ്ഞു ഇവിടെ, ഞാൻ പെട്ടെന്ന് കരയും. പെട്ടെന്ന് കരയുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളു വീക്കാണ്. നമ്മളെ ഉള്ളിലേക്ക് കൊടുക്കുന്ന സംസാരം നെഗറ്റീവാണ്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്നത്. നമ്മൾ ഇമോഷണലി വീക്കാണ് അല്ലെ? നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും വരുന്ന കാര്യങ്ങൾ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. നമ്മുടെ ഉള്ളിൽ നമ്മൾ അതേ ദുർബലയാണെങ്കിൽ അവിടുന്ന് വരുന്ന ആ ശരങ്ങള് അല്ലെങ്കിൽ വാക്കുകൾ നമുക്ക് അത്രയും ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്ന ഒരുപക്ഷെ മറ്റുള്ളവർ പറയുന്നത് അതുപോലെയുള്ള മീനിങ്ങിലല്ല എങ്കിൽ കൂടിയിട്ട് നമുക്ക് തൊട്ടതിനും പിടിച്ചതിനും മുഴുവനും കരച്ചിൽ വരും. നമ്മൾ ഇമോഷണലി അപ്സെറ്റ് ആവും അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് നമ്മുടെ പോസിറ്റീവ് സെൽഫ് ടോക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. അത് പോസിറ്റീവ് സെൽഫ് ടോക്ക് ഉള്ള ആളുകൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അല്ലേ, നമ്മുടെ വാക്കുകളൊക്കെ പോസിറ്റീവാണ്, നമ്മൾ കൊടുക്കുന്ന മൊത്തം പോസിറ്റീവാണ്. അവിടെ എനിക്ക് കഴിയും കഴിയില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് കഴിയും, ഇതെന്നെ കൊണ്ട് പറ്റും, ഇത് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചലഞ്ചസ് ഏറ്റെടുക്കാനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പൊ നമ്മുടെ പോസിറ്റീവ് സെൽഫ് ടോക്ക് നമുക്ക് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാം? ഒന്ന് കമന്റ് ചെയ്യാം. പോസിറ്റീവ് സെൽഫ് ടോക്ക് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? അതെ, EFT എത്തിയതിനു ശേഷം ചിരിക്കാൻ പഠിച്ചു, ആദ്യം കരയുമായിരുന്നു എന്ന് പറയുന്നു. മെഡിറ്റേഷൻ ക്ലാസ് കിട്ടിയില്ല, ലിങ്ക് ഇട്ടിരുന്നല്ലോ. കൺഗ്രാറ്റുലേഷൻ ഹസീന മാം. മിറർ ടോക്ക് ചെയ്യാം അല്ലെ? മിററിൽ പോയിട്ട് നമുക്ക് അഫർമേഷൻസ് പറയാം, പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യാൻ പറ്റുന്നേ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പോയിന്റ്സ് ആദ്യം വായിക്കാം. മിറർ ടോക്ക് ചെയ്യാം, പിന്നെ സ്മൈൽ ചെയ്യാം. സ്മൈൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ ചിരിക്കുമ്പം ഒരു ആർട്ടിഫിഷ്യാലിറ്റി അല്ലെ, ചിരി ഇല്ലെങ്കിലും മനഃപൂർവ്വം നമ്മൾ ചിരി കൊണ്ടുവരിക. ചിരി കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് ആ ചിരി ആദ്യമൊക്കെ നമുക്ക് എന്ത് ആർട്ടിഫിഷ്യാലിറ്റി തോന്നും അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചിരിക്കാൻ വരുന്നില്ലെങ്കിൽ ഈ പെണ്ണ് ജസ്റ്റ് കടിച്ചിങ്ങനെ പിടിച്ചാല് നമ്മുടെ ഈ മസിൽസിന് ആ ഒരു ഇത് വരും. അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്ക് അതിന്റെ മെസ്സേജ് പോകും. നമ്മൾ സാഡ് ആണെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നത് അവിടുന്ന് വരുന്നതും നമുക്ക് നിരന്തരം ഇതുപോലെയുള്ള മെസ്സേജസ് ആയിരിക്കും. നമ്മൾ അതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുക. ചിലർ കണ്ടിട്ടില്ല, എത്ര വിഷമമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ വന്ന് ചിരിച്ചുകൊണ്ടിരിക്കും അല്ലെ? നമ്മുടെ മുന്നിൽ ഇരുന്ന് ചിരിക്കുന്ന ആളുകളൊന്നും ഭയങ്കര ഹാപ്പിയാണ് എന്ന് വിചാരിക്കരുത്. അവരുടെ ഉള്ളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പോ നന്നായിട്ട് നമ്മൾ ചിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളും അവിടുന്ന് നമ്മുടെ ഉള്ളിലേക്ക് സജഷൻ കൊടുക്കുന്നത് ഞാൻ ഹാപ്പി ആണ് എന്നുള്ള മെസ്സേജ് ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ ചിരിക്കുക, പുഞ്ചിരിക്കുക, സ്മൈൽ ചെയ്തുകൊണ്ട് സംസാരിക്കുക. ഓക്കെ, നമ്മുടെ ഇവിടെ കുറെ ഇത് ഇട്ടു, ടിപ്സുകൾ എന്തൊക്കെയാന്ന് ചോദിച്ചപ്പം കുറെ ഇട്ട്, അതെല്ലാം ഞാൻ വിചാരിക്കുന്നത് EFT കോഴ്സ് കഴിഞ്ഞ ആളുകളാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ EFT കോഴ്സ് അത് മാത്രമല്ല അല്ലാത്ത ടിപ്സും കൂടെ ഞാൻ ബുക്കുകളിൽ നിന്ന് വായിച്ച ഞാൻ സെർച്ച് ചെയ്തിട്ട് കണ്ട ടിപ്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ കുറിച്ച് തന്നെ ഗുഡ് ആയിട്ട് ചിന്തിക്കുക. അതായത് പ്രാക്ടീസ് തിങ്കിങ് ഗുഡ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെ കുറിച്ച് നിങ്ങൾ നല്ലത് ചിന്തിക്കുക അല്ലെ? എന്നെ കൊണ്ട് പറ്റൂല, എന്റെ ലൈഫ് ഇങ്ങനെ ആയി, എന്റെ ലൈഫ് കോഞ്ഞാട്ടായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ നെഗറ്റീവ് തോട്ട് ഇങ്ങനെ വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ നന്നായിട്ട് നമ്മളെ കുറിച്ച് നല്ല ചിന്തിക്കാം. അതായത് ഇപ്പൊ നമ്മൾ വിചാരിക്കുക, അയ്യോ എനിക്ക് എന്റെ കൂടെ ഉള്ളവരൊക്കെ പഠിച്ച് നല്ല ജോലി വാങ്ങി, അപ്പൊ എനിക്ക് ഒന്നും ഇല്ലല്ലോ, എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ലല്ലോ, ഞാനിവിടെ കുട്ടികളെ നോക്കിയിട്ട് ഇങ്ങനെ വീട്ടിലെ
അടിച്ചും തൂത്തും കഴിയാണല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ഈ ജോലി നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നു. എനിക്ക് 2 മക്കളുണ്ടല്ലോ, അല്ലെങ്കിൽ മക്കളെ നോക്കാൻ പറ്റുന്നുണ്ടല്ലോ. പല മാതാപിതാക്കൾക്കും അവരുടെ മക്കളെ കൂടെ നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് അവരെ നോക്കാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് ഹെൽത്തി ആണല്ലോ. എനിക്ക് ഇങ്ങനെ നല്ലൊരു ഹസ്ബൻഡ് ഉണ്ടല്ലോ. എനിക്ക് ഇങ്ങനെ വീടുണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് ഉള്ളതിലേക്ക് നമ്മൾ നോക്കുക. അതായത് ഒരു കപ്പില് പകുതി വെള്ളം ഉണ്ടെങ്കിൽ ഈ ഗ്ലാസ് ഇത് പകുതി ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ എന്നുള്ളത് ചിന്തിക്കുക. പകുതി ഗ്ലാസ് വെള്ളം ഇല്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുക. അത് എവിടെ വരും? അത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു ഇതിലേക്ക് വരും അല്ലെ? ഉള്ളതിലേക്ക് നോക്കിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്നുള്ളത് നിങ്ങൾ ചിലര് പറഞ്ഞു അല്ലെ? പിന്നെ ചെയ്യുക, ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത്. നമുക്കൊരു ശക്തിയുണ്ട് അല്ലെ? നമ്മൾക്ക് എല്ലാവരും യുണീക്കാണ്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. എനിക്കുള്ള കഴിവല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ളത് കഴിവല്ല എനിക്കുള്ളത്. ഓരോരുത്തർക്കും ഒരു കഴിവുണ്ടാവും. ചിലർക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും, ചിലർക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും, ചിലർക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ കഴിയും, ചിലർക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയും അല്ലെ? ഉള്ളിൽ ഒരുപാട് വിഷമമുള്ള ആളുകള്, അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾക്കാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കുക അല്ലെ? നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമ്പോ നമുക്ക് മറ്റുള്ളവരോടുത്ത് സംസാരിച്ചിട്ട് ഒരു റിലീഫ് കൊടുക്കാൻ പറ്റും. ചിലർ പറയാറില്ലേ, നിങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോ വല്ലാത്തൊരു ആശ്വാസം. കാരണം അനുഭവസ്ഥർക്കാണ് ആ ഒരു ഇത് കിട്ടുള്ളൂ അല്ലെ? അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ പ്രശ്നങ്ങളിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഞാൻ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ് അതിലെന്നെ പിടിച്ച് നിൽക്കാതെ മറ്റുള്ളവരോട് സംസാരിക്കാം. അതുപോലെ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുക. അതുപോലെ നമ്മൾ നോക്കുക, ചുറ്റുപാടുകളിലേക്ക് ഒന്ന് നോക്കുക. നമ്മളിങ്ങനെ ഈ വിഷമത്തിൽ മാത്രം ഈ റൂമിന്റെ ഉള്ളിൽ അടിച്ചു പിടിച്ചിരുന്നാൽ നമുക്കൊന്നും പുറത്ത് നടക്കണ ഒന്നും കാണില്ല. ഒന്നൊന്ന് ജസ്റ്റ് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുക അല്ലെ? അവിടെ ഉണ്ടാവും പല കാര്യങ്ങളും നമുക്ക് സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും കാണാനുണ്ടാവും. അറ്റ്ലീസ്റ്റ് നമ്മുടെ പക്ഷികളോ അല്ലെങ്കിൽ നമ്മുടെ മരങ്ങളോ ഒക്കെ നോക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അല്ലെ? ഒരു തുമ്പിയെ കണ്ടാല് അല്ലെങ്കിൽ നമ്മുടെ പൂമ്പാറ്റയെ കണ്ടാല് ഒക്കെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ സന്തോഷിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. തുമ്പിയെ കൊണ്ട് നമ്മളിങ്ങനെ കല്ലെടുപ്പിച്ചൊക്കെ അല്ലെ? വലിയൊരു കല്ല്, ഇത്രയും വലിയ കല്ലൊക്കെ തുമ്പിയെ കൊണ്ട് നമ്മൾ എടുപ്പിച്ചിട്ടുണ്ട്. ഞാനൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് അല്ലെ? പാവം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ ഒരു ഹരമായിരുന്നു, രസമായിരുന്നു അല്ലെ? അങ്ങനെ നമ്മൾ ഈ ഒരു ചിന്തയിലേക്ക് പോയിട്ട് നമ്മുടെ ജീവിതത്തിനെ നല്ലൊരു സമയത്ത് വെറുതെ കളയാതെ ഇങ്ങനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് അല്ലേ? ചേരാട്ടയെ പേടിയും വരുന്നതാണ്. അതെ, എന്താ അതിനെങ്ങനെ അതിനെ ഒരു പേടിയല്ല, എനിക്ക് ഒരു അറപ്പാണ് കാണുന്ന ഒരു ഒരു പ്രത്യേക ഒരു ഇതാണ് ചേരാട്ട. അതിനൊരു പ്രത്യേക സ്മെല്ലൊക്കെ അല്ലേ? അപ്പൊ അത് പല്ലി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോ ഒരു ഇതായിരുന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ മേലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. EFT വന്നതിന് ശേഷം എനിക്കുണ്ടായ ഒരു മാറ്റമുണ്ട്. EFT വന്നതിന് ശേഷം ഈ ഇങ്ങനത്തെ പേടികളൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു വല്ലാത്ത എന്താ പറയാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട്, പേടി. പിന്നെ അതുപോലെ തന്നെ എവിടെയെങ്കിലൊക്കെ പോയാല് വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്ന ആളാട്ടോ ഞാൻ. ഇപ്പൊ അത് EFT വന്നതിന് ശേഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട്. OCD ആണെന്നൊന്നും പറയണ്ട കേട്ടോ, OCD ഒന്നല്ല. ഓക്കെ. അതേപോലെ തന്നെ ലുക്ക്, തിങ്ക് ആൻഡ് ആക്ട് ഇൻ പോസിറ്റീവ് വേ. നമ്മള് കാണുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് പോസിറ്റീവ് ആയിട്ടിരിക്കാം. ഇത് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് എങ്ങനെ കൂട്ടാന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത്. നമ്മൾ കാണുന്നത്, പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നതൊക്കെ കൂടുതൽ പോസിറ്റീവ് ആയിട്ടിരിക്കാം. എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ, കോട്ടയത്ത്. ഇങ്ങനെ വെള്ളം കയറിയിരുന്നല്ലോ. അപ്പം കുറച്ച് നാൾ മുമ്പ്, വർഷം 2-3 വർഷമായി തോന്നുന്നു. ആ വർഷത്തിൽ അവരുടെ വീട്ടില് ഇതുപോലെ വെള്ളം കയറി കേട്ടോ. വെള്ളം കയറിയിട്ട് അവർ ഒരുപാട് പിന്നെ ഇപ്പം ഗൾഫിൽ നിന്ന് കുറെ പുതിയ കാര്യങ്ങളും TV എന്തൊക്കെയോ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നല്ല വീട് ഇതൊക്കെ ആയി, ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പൊ അവള് ഇങ്ങനെ വളരെ വിഷമത്തിലാണ് പറഞ്ഞത്. എന്നിട്ടും അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം തന്നു ദൈവം എടുത്തു. അത് എന്റെ മനസ്സിലേക്ക് വല്ലാതെ ഒരു കേറിയ ഒരു വാക്കായിരുന്നു അവളാ പറഞ്ഞത്. അപ്പോ അല്ലേ, ദൈവം അതത്രയും അത്രയും ഇതായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ
എത്രയോ ആശ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു കണ്ടീഷനിലും ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായി. എന്നാലും ഈ ഒരു തോട്ട് കൊണ്ടുവരാൻ പറ്റിയപ്പോ അവർക്ക് വളരെയധികം സമാധാനമുള്ള ക്രിസ്ത്യൻ അതാണ് അവിടെ ക്രിസ്ത്യനാണ്, പ്രൊട്ടസ്റ്റന്റില് വിഭാഗത്തിൽപ്പെട്ടതാ. കാരണം അവരുടെയൊക്കെ അവരുടെ കുറെ സോങ്ങുകൾ ഉണ്ട്. നന്ദി പറയുന്ന ദൈവത്തോട് നന്ദി പറയാതെ അവരൊന്നും കിടക്കാറില്ല. ഞാൻ കാണാറില്ല. ഞങ്ങൾ ഹോസ്റ്റലിലെ ഒരു റൂം ഉപയോഗിച്ചിരുന്ന ആളുകളാണ്. ഒരേ റൂമിലാണ് ഞങ്ങൾ ഉണ്ടാവുക. അവളിങ്ങനെ കൈയടിച്ചൊക്കെ പാട്ട് പാടി ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ. അതുകൊണ്ട് തന്നെ കുറെ ക്രിസ്ത്യൻ സോങ്ങുകളൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അവരാ നന്ദി പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഞാൻ എന്റെ പടച്ചവനോട് ഞാൻ നന്ദി പറയാറുണ്ട്. ഇത്രയൊക്കെ ഇങ്ങനെ ഇവരിത്രയും ഇങ്ങനെ പറയുമ്പോ കൂടെ ഞാൻ അപ്പൊ അറിയാതെ നമ്മൾ നന്ദി പറഞ്ഞു പോകും. അങ്ങനെയാണ്. ഇങ്ങനെ ചില വാക്കുകൾ നമുക്ക് കുഞ്ഞു മക്കളിൽ നിന്ന് പോലും പലതും പഠിക്കാനുണ്ട്. അല്ലേ? പല കുഞ്ഞു മക്കളാണെങ്കിലും അവരിൽ നിന്നൊരു വാക്ക് വലിയവരിൽ നിന്ന് പോലെ എല്ലാവരിൽ നിന്നും അവരുടെ നല്ലത് കേട്ട് നല്ലത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതേപോലെ വളരെ 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 ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. നമ്മുടെ കൂടെയുള്ള ആളുകള് പോസിറ്റീവ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെ? നമ്മൾ പലപ്പോഴും ഞാൻ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ അവര് നമ്മുടെ ഈ എനർജി ഊറ്റി കുടിച്ചോണ്ടിരിക്കും. അല്ലെ? എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെ പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല സാധാരണ മനുഷ്യന്മാർക്ക്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. അവരും ഒരു ലോ ലെവലിലേക്ക് വന്നാലും ഒരു ഡൗണിലേക്ക് വന്നാലും അവർക്ക് നന്നായിട്ട് പെട്ടെന്ന് ഹൈക്കിൽ പോവാൻ പറ്റും. പക്ഷെ സാധാരണ ഒരാള് ഓൾവേസ് നെഗറ്റീവ് പറയുന്ന നെഗറ്റീവ് തോട്ടുള്ള എന്താ എല്ലാം കൊണ്ടും ദാരിദ്ര്യാവസ്ഥയിൽ ചിന്തിക്കുന്ന ഒരാളുടെ കൂടെ അല്ലെങ്കിൽ അത്തരം വ്യക്തികളുടെ കൂടെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എനർജി അവിടെ ലോസ് ആവാണ്. നമ്മൾ എത്ര എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരുപാട് ലോസ് അവരുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ സക്സസിലേക്ക് നമ്മൾ കുതിക്കുന്നതിന് പകരം നമുക്ക് ഇവരെ ബാലൻസ് ചെയ്ത് പോവാൻ, ഇവരുടെ നെഗറ്റീവ് ബാലൻസ് ചെയ്ത് പോവാനായിരിക്കും നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതെ, ചിലവരത് റെഡി ആവും, ചിലവരത് റെഡി ആവില്ല അല്ലേ? ഓക്കെ. അതെ അതെ, ആ കുട്ടി അതെ അതെ അമ്മുണ്ട്. അതെ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ അറിവുകൾ അങ്ങനെ കിട്ടും. കുഞ്ഞു മക്കളാണെങ്കിലും അവരിൽ നിന്നും കിട്ടുന്ന പോയിന്റ്സ് വളരെ വലുത് തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള എപ്പോഴല്ലെങ്കിലും നമ്മൾ ഓൾവേസ് കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഞാൻ പറയുകയാണെങ്കിൽ അവരിൽ നിന്നും ഓടിപ്പോകാൻ പറ്റുമെങ്കിൽ ഓടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കേട്ടോ അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ. പക്ഷേ എനി ടൈം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് എല്ലാം കൊണ്ടും നെഗറ്റീവ് തന്നെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരിക്കും നല്ലത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്താ ചെയ്യുക, പ്രാക്ടീസിലൂടെ നമ്മൾ ശക്തിപ്പെടുത്തുക. മൈൻഡ് കൊണ്ട് അവരെ ഡിറ്റാച്ച് ചെയ്യുക, അവരിൽ നിന്ന് മാക്സിമം മാറി നടക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പിന്നെ അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ അവരിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് കൂടുതലൊരു നമ്മുടെ പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നമ്മളിവിടെ പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ സെൽഫ് ടോക്ക് കൂടുതൽ ആക്കുക എങ്ങനെയാണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുന്നതോടൊപ്പം ഇതുപോലെയുള്ള നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറുക മാത്രമല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളിലേക്ക് നമ്മൾ ഒന്ന് പോവുക. അതായത് നമുക്കറിയാം നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ ആരാണ്, നമ്മൾ വളരെയധികം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളാണ് ഉള്ളത് അല്ലെ? നമുക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പിന്റെ ഗ്യാങ്ങിൽ നിന്നും അല്ലെങ്കിൽ ഗ്രൂപ്പ് കൂട്ടായ്മകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് ഇപ്പോ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഗ്രൂപ്പ് മാത്രമാണ് ഉള്ളത്. ഞാനൊന്നും ഇപ്പൊ എന്റെ കോളേജ് ഗ്രൂപ്പുകളിലോ സ്കൂളിലെ ഗ്രൂപ്പുകളിലോ ഒന്നും ഗ്രൂപ്പ് എനിക്കില്ല, ഞാനതിൽ പോയി ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ നമ്മളെല്ലാരും അങ്ങനെ തന്നെയാണ്. മാക്സിമം വേണ്ടാത്ത ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ ലീവ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് മാത്രം തിരഞ്ഞെടുത്ത് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഒന്ന് വളരാൻ സഹായിക്കുന്ന അതുപോലെയുള്ള കൂട്ടില് ഫിസിക്കലി ആൻഡ് മെന്റലി അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലത്തില് നമ്മുടെ കരിയറിൽ
നമുക്ക് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ കൂടേണ്ടത്. അല്ലെ? അവിടെയാണ് നമുക്കും അവർക്കും ലാഭം ഉണ്ടാവുന്ന രൂപത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം നെഗറ്റീവ് ആയിട്ടുള്ള ടോക്കിനെ മാറ്റിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ടോക്ക് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഒരു ലേഡി ഉണ്ടായിരുന്നു കേട്ടോ. ലേഡി ഒരു താത്ത. അവര് എപ്പോഴും എന്ത് പറയുകയാണെങ്കിലും പോസിറ്റീവായിട്ട് എന്ത് പറയുകയാണെങ്കിലും ഭയങ്കരമായിട്ടും ഞാന് അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യും, അതെനിക്ക് കിട്ടും, ഇതെനിക്ക് കിട്ടും, ഇങ്ങനെ ഒരു ഭയങ്കര എക്സൈറ്റഡ് ഇതിലാണ് അവര് പറയാ. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറേ ശുക്ർ പറയും. മീൻസ് ദൈവത്തിന് നന്ദി പറയും. ഞാൻ അങ്ങനെ പറയും. ഞാൻ വിചാരിച്ചു, ഞാൻ EFT ഒക്കെ വരുന്നതിന്റെ മുമ്പായിട്ട് ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഭയങ്കര ഹാപ്പിനെസ്സും ആണ്. അവർ സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സും ഭയങ്കര കൈകൊണ്ടൊക്കെ താളം കാണിച്ചിട്ട് ആ മോളെ അങ്ങനെയാണ് മോളെ ഇങ്ങനെയാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സംസാരമാണ്. അപ്പൊ ഇവര് പറയും എൻ്റെ അടുത്ത്, മോളെ എനിക്ക് ഇത്രയും അള്ളാഹു തന്നിട്ടുണ്ട്, അപ്പൊ ഇതൊക്കെ തന്നിട്ടുണ്ട്, ഇതാ ഇത് തന്നതാണ് ഇത് തന്നതാ. നീ വിചാരിക്കും എന്ത് ഇവരിങ്ങനെ സംസാരിക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്റെ മോളുണ്ട്, എന്റെ മോള് ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ ടീച്ചറാണ്, അപ്പൊ അവക്ക് ഞാൻ കല്യാണം ആലോചിക്കുന്നുണ്ട്, നല്ല ഇത് വരും മോളെ, നല്ലത് തന്നെ കിട്ടും, അത് ഉറപ്പാണ്, നല്ലത് തന്നെ കിട്ടും. അപ്പൊ ഞാൻ കല്യാണം വിളിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, അവരുള്ളത് ബാംഗ്ലൂരാണ്. അപ്പോ ഞാന് ഇവിടെ വന്ന് പിന്നീട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം അവര് പറഞ്ഞു എൻ്റെ അടുത്ത്, മോളെ ഞാൻ വിചാരിച്ച അതുപോലെ അതിലും നല്ലൊരു ഭർത്താവാണ് എൻ്റെ മോക്ക് കിട്ടിയത്, ഭയങ്കര സ്നേഹമാണ് മോളെ. അവര് ഒറ്റ മോളാണ്, എൻ്റെ മോനെ പോലെ എന്നെ നോക്കുന്ന എൻ്റെ നല്ലൊരു മോനാണ്. ഇപ്പൊ ഇതാ എന്നെ ഇവിടേക്ക് കൊണ്ടുപോകാൻ പോവാണ്, വിദേശത്തേക്ക്, എവിടെ യൂറോപ്പിലോ എവിടെയാണ് എങ്ങാണ്ടാണ്. അപ്പൊ അത്രയും അവരുടെ വാക്കിന് അന്ന് ഞാനിങ്ങനെ അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്താ സംഭവം, ഇവര് വിചാരിക്കണ ആളൊന്നുമല്ലല്ലോ. ഇപ്പൊ നമ്മൾ EFT-യിലൊക്കെ വന്നപ്പോഴാണ് നമുക്ക് അതിന്റെ അത്രയും ഒരു സീരിയസ് ആയിട്ട് അവരാ ചിന്തിക്കുന്ന ആ ഒരു കാര്യത്തിന്റെ അവരുടെ ആ വാക്കുകളുടെ കാര്യങ്ങളെല്ലാം അവരിലേക്ക് അട്രാക്ട് ചെയ്ത് വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. ഓക്കെ. അപ്പൊ നമ്മുടെ എന്താ പറയാ റിലീജിയസ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാല് അതിന്റെ മുമ്പായിട്ട് ഒരു കാര്യം പറയാം. നമുക്ക് ഇപ്പം ഈ ഒരു നെഗറ്റീവ് തോട്ടില് നമുക്ക് ഹെൽപ്പ് വേണം ചില സമയത്തില്. കാരണം നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയിട്ടുണ്ടാവും കാര്യങ്ങൾ. എപ്പോഴും ചിലർ പറയുന്നുണ്ട് നെഗറ്റീവ് തോട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം അപ്പോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും പോസിബിൾ ആവണം എന്നില്ല. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾക്ക് ഹെൽപ്പ് വേണം. ഹെൽപ്പ് വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഹെൽപ്പ് ചോദിക്കണം. ആരുടെ അടുത്താണ് ഹെൽപ്പ് ചോദിക്കേണ്ടത്? നമ്മൾ ഇതുപോലെ നമുക്ക് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത്, സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത്, ചിലരുടെ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകേണ്ടി വന്നേക്കാം. അപ്പോ അതുകൊണ്ടാണ് നമ്മളിൽ പലരും നമുക്ക് തെറാപ്പികളിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ EFT എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്ക് നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്കിന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ EFT എന്ന് പറയുന്നത്. 1 സെക്കൻഡ്. ഇല്ല, പോസിറ്റീവ് ആയിട്ട് പറഞ്ഞാൽ പൊങ്ങച്ചാവില്ല കേട്ടോ. അത് നിങ്ങള് നമ്മൾ നമ്മളിലേക്ക് കൊടുക്കുന്ന സജഷൻസ് അത് അത് പറഞ്ഞാൽ അത് എന്താ പറയാ കോഴ്സിനെ കുറിച്ച് അറിയാത്ത, ഇതുപോലെ അഫർമേഷൻസിനെ കുറിച്ച് അറിയാത്ത ആളുകളൊക്കെയാണ് അങ്ങനെ ചോദിക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുത്തോളൂ, അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന റഷീദ മാം ഷെയർ ചെയ്ത ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഇന്നർ വോയിസ്, എവറിത്തിങ് യു ടെൽ യുവർ സെൽഫ് മാറ്റേഴ്സ്. ഇറ്റ് വിൽ either lift you up or tear you down. It's your voice and it's your choice എന്നാണ് പറയുന്നത്. അതായത് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഒന്നുകിൽ അതെന്ത് ചെയ്യും, നമ്മളെ തളർത്തിക്കളയും, അല്ലെങ്കിലോ അത് നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കും. അത് നമ്മുടെ വോയിസ് ആണ്,
അത് നമ്മുടെ ചോയ്സ് ആണ്. എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. അല്ലെ? നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. അല്ലെ? നമ്മളോട് ദൈവം പറയുന്നുണ്ട്. അല്ലെ? സൃഷ്ടാവ് നമ്മളോട് പറയുന്നുണ്ട്, ലാ തഹസൻ ഇന്നല്ലാഹു മഅന. ദുഃഖിക്കേണ്ട, ദൈവം നിങ്ങളോട്, പടച്ചോൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഹോദരന്മാരിൽ പറയുന്നുണ്ട്, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ട്, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗീതയിൽ പറയുന്നതാണ്, ഞാന് അതേപോലെ എന്റേത് എന്നുള്ള ഒരു വാക്ക്, ആ വാക്കുകളെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങള് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ, ഞാന് എന്റേത് എന്നുള്ള വാക്ക് മാറ്റിയാൽ തന്നെ ആത്മാവ് ശുദ്ധിയാകും എന്നാണ് പറയുന്നത്. അപ്പോ ഇതുപോലെയുള്ള വാക്കുകൾ, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം ഒരു ഒരു ഞാൻ കുറച്ച് സമയം പോയി. നമുക്കിന്ന് അഡ്വാൻസ്ഡ് ATC ആണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ നിർത്തേണ്ടതുണ്ട്. അപ്പൊ ഒന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് കയ്യ് മുട്ടിന് മീതെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച്, തല നേരെ പിടിച്ച്, കാലുകള് പാദങ്ങൾ നിലത്ത് പതിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കും കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്നൊരു പോസിറ്റീവ് വേർഡ്സ് പറയാം. ഓക്കെ, ബ്രീത്ത് ഇൻ, ഡീപ് ബ്രീത്ത് എടുക്കുക കേട്ടോ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങൾ ഞാൻ പറയുന്ന വേർഡ്സ് നിങ്ങൾ മനസ്സിലേക്ക് നന്നായിട്ട് കൊടുക്കട്ടോ. ഐ ആം പീസ്ഫുൾ, ഞാൻ സമാധാനമുള്ളവളാണ്. സമാധാനമുള്ളവളാണ്. ഐ ആം സ്ട്രോങ്, ഞാൻ ശക്തയാണ്, ശക്തനാണ്. ഐ ആം ലൗഡ്, ഞാൻ സ്നേഹിക്കപ്പെടുന്നു. ഐ ലവ് മൈസെൽഫ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് അതേഴ്സ്, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. എവറി വൺ ലവ്സ് മീ, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. ഐ ആം കേപ്പബിൾ, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ കഴിവുള്ളവളാണ്. ഐ ക്യാൻ ഡു എവറിഥിങ് ത്രൂ ദി ആൾമൈറ്റി, എന്റെ എല്ലാ കാര്യങ്ങളും സർവശക്തനിലൂടെ നേടിയെടുക്കാൻ എനിക്ക് കഴിയും. ഐ ആം സേഫ്, ഞാൻ സുരക്ഷിതയാണ്, സുരക്ഷിതനാണ്. ഐ ആം ഗ്രേറ്റ്ഫുൾ, ഞാൻ നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്. ഐ ആം ബ്ലെസ്ഡ്, ഞാൻ അനുഗ്രഹീതയാണ്, അനുഗ്രഹീതനാണ്. ഐ ആം ഹാപ്പി, ഐ ചൂസ് ഹാപ്പിനെസ്, ഞാൻ സന്തോഷവാനാണ്, സന്തോഷവതിയാണ്, ഞാൻ സന്തോഷത്തെ തിരഞ്ഞെടുക്കുന്നു. ഐ ആം ഓൾവേസ് ഹാപ്പി, ഞാൻ എപ്പോഴും സന്തോഷവതിയാണ്, സന്തോഷവാനാണ്. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്, ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു. ഐ ആം ബ്യൂട്ടിഫുൾ, ഞാൻ സുന്ദരിയാണ്. ഐ ആം ഹാൻസം, ഞാൻ സുമുഖനാണ്. ഐ ആം സ്മാർട്ട്, ഐ ആം ഹെൽത്തി, ഞാൻ സ്മാർട്ടാണ്, ആരോഗ്യവാനാണ്, ആരോഗ്യവതിയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി ഒന്ന് കണ്ണു തുറന്നിക്കോ, സാവധാനം ഒന്ന് കണ്ണു തുറന്നു നോക്കിക്കേ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് തോന്നുന്നത്? ഒന്ന് എന്ത് തോന്നി? ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്ത് പറയൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, നമ്മുടെ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, ഹാപ്പി തോന്നിയോ? അപ്പൊ ഞാൻ പറയട്ടെ, ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ? ഇപ്പൊ ഒരാൾ ചോദിച്ചല്ലോ, ഇതൊക്കെ പറഞ്ഞാല് എങ്ങനെയാ ശരിയാവുക? അല്ലെ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയോ? ഇല്ല. അപ്പം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത്, അത് നമുക്ക്, നമ്മുടെ മൈൻഡിന് നമുക്ക് സമാധാനം നൽകും, സന്തോഷം നൽകും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ
ക്ലാസ് എന്നല്ല, നമുക്ക് ഒരു ഡിസ്കസ് ചെയ്ത് എന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. നമ്മൾ സമയം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇത് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ, അല്ലെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, സംസാരിച്ചോളൂ. സുനി മാം പറയൂ, കാണുന്നില്ല ഒന്ന്. ഓക്കെ, പറയൂ. ഹലോ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിവൺ. വളരെ ഹാപ്പിയാണ്. നല്ല ക്ലാസ് ആയിരുന്നു. അമേസിങ്. താങ്ക് യു. EFTക്ക് ശേഷം ഇതെല്ലാം അനുഭവത്തിലൂടെ മനസ്സിലായി. നെഗറ്റീവ് ആളുകളിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കണം, എങ്ങനെ പോസിറ്റീവ് ചിന്തകൾ നമ്മൾ കൊടുക്കണം. അൽഹംദുലില്ലാഹ് അതിന് റഫീഖ് സാറിനോടും EFT ഗ്രൂപ്പിനോടും പിന്നെ എൻ്റെ PCA ഷാക്കിറ ഹൈർ, എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന റുബീന മാം, ഇവരെ എല്ലാം ഒരുപാട് ഞാൻ സ്മരിക്കുന്നു. ഒരുപാട് താങ്ക്സ് പറയുന്നു. ജീവിതത്തിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. EFTക്ക് ശേഷം നമ്മൾ വല്ലാതെ ഡൗൺ ആവുന്നില്ല. അൽഹംദുലില്ലാഹ്, അതാണ് ഏറ്റവും വലിയ സത്യം ഞാൻ മനസ്സിലാക്കിയ. കുറച്ച് ഈ പറയുന്ന പോലെ ആളുകളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് നെഗറ്റീവ് ഉണ്ടാവാം, പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. പക്ഷെ നമ്മൾ അതിൽ നിന്നെല്ലാം ഇറ്റ്സ് ഓക്കെ, ഹാപ്പിയാണെന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ നേട്ടം. തീർച്ചയായിട്ടും. അത് ഞാൻ പറയാൻ വിട്ടുപോയത് ഒരു കാര്യമാണ്. നമ്മുടെ EFTയിലൂടെ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഇതുപോലെയുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക് നമുക്ക് നിർത്താൻ പറ്റും കേട്ടോ, കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളില് പോസിറ്റിവിറ്റി കൂട്ടാനും നമുക്ക് സാധിക്കും. നമ്മള് സ്ത്രീകൾക്കൊക്കെയും തന്നെ നമ്മൾ കിച്ചണിലായാലും അല്ലാതെ ജോലി ചെയ്യുമ്പോഴും ഒക്കെ പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് തന്നെ സ്വയം കൊടുക്കാം. എങ്ങനെയാന്ന് പറഞ്ഞാൽ സെൽഫ് ലവ്, ഫൊർഗിവ്നെസ്, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. നമ്മൾ EFTക്ക് മുമ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. എങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും നമ്മൾ വിട്ടുപോകുന്നില്ല. ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതേപോലെ ഒരു ദിവസം ഉറങ്ങുന്നതിന് മുന്നേ ആരോടെങ്കിലും എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഫൊർഗീവ് ചെയ്തിട്ടാണ്, അല്ലെ അവർക്ക് ഫൊർഗീവ്നെസ് നൽകിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് തന്നെ. അത് നമ്മളെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, ഫൊർഗീവ്നെസ്, അതുപോലെ തന്നെ സെൽഫ് ലവ്, ഇതൊക്കെ അറിയുന്ന ആളുകളാണെങ്കിലും അതിന്റെ ഒരു രീതിയിലുള്ള വ്യത്യാസം, ഫൊർഗീവ്നെസ് ഒക്കെ നമുക്ക് ഇത്രയും എളുപ്പമായിരുന്നോ, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു മാധുര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് സാധിക്കും. അതെ, അതേപോലെ നമ്മൾ ആളുകളെ നമ്മളെ വിഷമിപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ വന്നോട്ടോ, ചുറ്റുപാടുള്ള ആളുകൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അത് ആദ്യം മാറ്റണ്ടേ? വേണ്ട സർ, ഇല്ല, നമ്മൾ മാറിയാൽ മതി. നമ്മൾ മാറുക. നല്ല നെഗറ്റീവിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ പോസിറ്റീവ് ആവുക. നമ്മൾ ആ നെഗറ്റീവ് എടുക്കണ്ട, നമ്മൾ പോസിറ്റീവ് ആയാലും മതി. അതാണ്. അപ്പൊ നമ്മുടെ ചുറ്റിലുള്ളവർ പോസിറ്റീവ് ആവും. അതെ. അപ്പൊ സുനി മാം, ഞാൻ ആൻസർ പറയാതെ സുനി മാം തന്നെ കോഴ്സ് കഴിഞ്ഞ ആളുകൾ തന്നെ അതിന്റെ ആൻസർ തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് സുനി മാം. അപ്പൊ താങ്ക് യു എവരിവൺ. നിങ്ങൾ നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും. സുനി മാം അവരുടെ ആരാണ് സംസാരിച്ചെന്ന് വെച്ചാല് അവരുടെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇടുക. സോറി, സംശയം ചോദിച്ച ആള് നമ്പർ ചോദിച്ചിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഖദീജ മാം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ്. എല്ലാവരും സൂപ്പർ ക്ലാസ് മാം. നമ്മള് EFTയിൽ വരുന്നതിന് മുമ്പ് നമ്മള്
നല്ലൊരു സിറ്റുവേഷൻ ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക്. അതായത് നമുക്ക് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളോട് പഠിച്ചവൻ ഓരോ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കീപ്പെട്ട് നോക്കാൻ, മേപ്പെട്ടല്ല നോക്കേണ്ടേ, കീപ്പെട്ട്. അപ്പൊ പിന്നെ നമ്മൾ ഓരോ അവയവങ്ങൾ ഇല്ലാത്ത ആൾക്കാർ നമ്മൾ കാണുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്നുള്ളൊരു നന്ദി നമ്മൾ പറയാം. പിന്നെ നമുക്ക് പഠിച്ചവൻ ഓരോരുത്തരും ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകൾ എനിക്ക് ഇത് തന്നിണല്ലോ എന്ന് പറയാം. അതിനെ നമ്മള് ഹംദ് അൽഹംദുലില്ലാ, അതിനെ നമ്മള് വിജയിപ്പിക്കുക. പിന്നെ വെച്ചാല് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മൾക്ക് നെഗറ്റീവ്സ് കിട്ടും, പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് അത് കയറ്റണം. നമുക്കിപ്പോ ഒരു പത്രം കിട്ടിയ ചർമ്മകോളും എല്ലാത്തൊക്കെ നമ്മൾ വായിക്കൂലേ, പക്ഷെ അതൊന്നും ഉള്ളിലേക്ക് കയറ്റാതെ നമ്മളത് വന്നോട്ടെ പോയിക്കോട്ടെ, പുറന്തള്ള. പിന്നെയാണ് EFT വന്നതിന്റെ ശേഷമാണ് ആത്മാർത്ഥമായി നമുക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞത്. അപ്പൊ ഈ കോഴ്സ് കേൾക്കുന്ന EFT അഡ്മിറ്റ് ആവാത്ത, ജോയിൻ ആവാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, EFT വന്നാൽ ആത്മാർത്ഥമായിട്ട് നമുക്കെല്ലാം പോസിറ്റീവ്സ്. ഞാനൊക്കെ വെച്ചാല് നമ്മളെ കൂടെ പഠിച്ചവരൊക്കെ ഡോക്ടർമാർ, എഞ്ചിനീയർ എല്ലാവരും ഉണ്ട്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് അന്ന് 30 വർഷം മുമ്പ് ടൈപ്പ് റൈറ്റിംഗ് എല്ലാം പഠിച്ചാളാ ഞാൻ. പക്ഷെ എനിക്ക് മുഴുമിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ മക്കളെ പഠിപ്പിച്ച് വിജയിപ്പിച്ച് അൽഹംദുലില്ലാ. അപ്പോ നമ്മൾ നല്ല പോസിറ്റീവ്സ് മാത്രം ചിന്തിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. എല്ലാവർക്കും താങ്ക് യു ടു ഓൾ. നമ്മളെ പ്രിയപ്പെട്ട റഫീഖ് സാറിന്, എല്ലാ PCMമാർക്കും, EFT കുടുംബത്തിലെ എല്ലാവർക്കും താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഖദീജ മാം. ഒരുപാട് സന്തോഷം. നമ്മുടെ കോഴ്സ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ആളാണ് നമ്മുടെ ഖദീജ മാം. ഒരുപാട് സന്തോഷം ഖദീജ മാം. ഇനി ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാവട്ടെ. ഓക്കെ, ജുനു മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ ഈ ക്ലാസ്സിലൂടെ കുറെ അറിവുള്ളതാണെങ്കിൽ നല്ല അവയർനെസ് കിട്ടി, നല്ല സന്തോഷം. പിന്നെ ഞാനൊരു ചെറിയ ഡൗട്ട് ഇതില്, പിന്നെ നമുക്ക് മാം പറഞ്ഞല്ലോ വ്യക്തികളിൽ നിന്ന് പരമാവധി നോക്കുക, എന്നിട്ട് വിട്ടു നിൽക്കുക. നെഗറ്റീവ് മാത്രമാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ, അധികം ആളുകൾ നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നമുക്ക് പോസിറ്റീവ്സും കിട്ടും, നെഗറ്റീവ്സും കിട്ടും. അപ്പൊ നമ്മൾ ഈ ചില കാര്യങ്ങൾ പോസിറ്റീവ് കിട്ടുമല്ലോ, അപ്പൊ നമ്മള് അകന്ന് നിൽക്കേണ്ടതുണ്ടോ അത്തരം ആളുകളിൽ നിന്ന്? നമ്മള് പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടത് കൊള്ളാനും വേണ്ടാത്തതിനെ തള്ളാനും നോക്കുക. നമ്മൾ അവയർനെസിന്റെ കാര്യം, നിങ്ങൾ കോഴ്സ് ചെയ്ത ഒരാളാണല്ലോ ജുനു മാം, അല്ലേ? നമ്മുടെ അവയർനെസ് അവിടെ കൊണ്ടുവരും. ആ ജുനു മാം ആണെന്ന് വിചാരിക്കുന്നു ഞാന്. ഓക്കെ, നമുക്ക് വേണ്ടതിന് നമ്മൾ അവയർനെസ് കൊണ്ടുവരിക. കാരണം അവര് നെഗറ്റീവ് ആണ് പറയുന്നത്, ഉള്ള കാര്യമല്ല, അത് എന്നെ ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഒരു ഗ്ലാസ് ഷീൽഡ് ഇടുക. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, സെൽഫായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. അറിയാലോ തോട്ട് എങ്ങനെയാണ്, നമ്മുടെ തോട്ടിനെ നമ്മളത് ഉള്ളിലേക്ക് എടുത്തെങ്കിലല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. ഓക്കെ, ഞാന് പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യങ്ങൾ പറയാ, നമ്മുടെ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ ജിനു മാം, മ്യൂട്ടായോ? ഓക്കെ, നെക്സ്റ്റ് PC ക്രൗൺ റഹ്മത്ത് നാസർ. പറയൂ റഹ്മത്ത് മാം, പറയൂ. ഓക്കെ, റഹ്മത്ത് മാം സംസാരിക്കുന്നില്ല. സുലൈഖ മാം. ഹലോ. പറയൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതില് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വരുന്നത്. രണ്ടാമത്തെ ബാച്ചിലുള്ള റഹിമ മാമാണ് എന്റെ PCA. പിന്നെ ഇപ്പോഴും ഭയം കണ്ട് മാറിയിട്ടില്ല, അതാണ് ഒന്നും പറയാനോ വരാം. ഓക്കെ, നിങ്ങള് പ്രാക്ടീസ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് അതുപോലെ റിസൾട്ടൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉംറക്ക് പോവാണ് 23-ാം തീയതി. എന്ത് കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞേ?
എന്താ പറയാ, പിന്നെ നമ്മൾക്ക് പിന്നെ എന്തൊക്കെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾ ATC-യിൽ വരൂ കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ ATC-യിൽ വരിക നിങ്ങള്. ഓക്കെ, ഇന്ന് നമ്മുടെ ATC അഡ്വാൻസ് ചെയ്ത ആളുകൾക്ക് മാത്രം ഉള്ളതാണ്. ഫ്രൈഡേ സ്പെഷ്യൽ ആയിട്ട് അവർക്ക് കൊടുക്കുന്ന ATC ആണ് കേട്ടോ. അതെ, ഓക്കെ, ഇപ്പോഴത്തെ ഇന്നത്തെ ക്ലാസ് കേട്ടോ. ഇന്നത്തെ ATC 8 മണിക്കുള്ള ATC. ഞാനേ 23-ാം തീയതി ഉമ്രക്ക് പോവാണ്. അത് പറയാൻ വേണ്ടിട്ടാണ് വന്നത്. ഒക്കെ ഇതിൽ കയറിയതിന്റെ ശേഷം തന്നെ സാധിപ്പിച്ച് കിട്ടിയത്. നിങ്ങള് ഇത് ഗോൾ എഴുതി വെച്ചിരുന്നോ? അതാണ് എടുത്ത് പറയേണ്ടത് കേട്ടോ. നമ്മുടെ കുറവുകളല്ല, നിറവുകളാണ് നമ്മൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോ. എങ്ങനെ പറയണോ, എങ്ങനെ എന്താന്ന് കിട്ടുന്നില്ലേ, അതാണ്. ഇല്ല, നിങ്ങൾക്ക് പറയാൻ കിട്ടും. ഓക്കെ, ഇത് നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നാലും നമുക്ക് പറയാൻ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് സംസാരിക്കൽ കുഴപ്പമില്ല, നമ്മളൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. എല്ലാരും അങ്ങനെയാണ്, ആദ്യമായിട്ട് പറയുന്നു. തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി പോയി വരൂ. നന്നായിട്ട് ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ, വളരെ നല്ല പ്യുവർ ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കും. എപ്പോഴും അതിനുള്ളൂ. ജോലി ചെയ്യണമെങ്കിലും പിന്നെ എന്ത് ചെയ്യുകയാണെങ്കിലും ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടും പിന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ. ഓക്കെ സുനീത മാം, ഓക്കെ, വളരെ സന്തോഷം. നല്ല മാറ്റങ്ങൾ, ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഈ മാറ്റങ്ങൾ എന്നുള്ള കാര്യം പറയാൻ കിട്ടില്ല. അതപ്പോ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതിന് വറീഡാവൊന്നും വേണ്ട. നിങ്ങള് അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യാന്നറിയോ, ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. മീൻസ് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നോക്കാം. ഒന്ന് അപ്പൊ നമുക്ക് ആ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ആളുകളെ കണ്ട് പറയുന്നതും അപ്പോഴുള്ള ആ ബുദ്ധിമുട്ട് മാറും. ഒന്ന് എന്തൊക്കെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോ ഇനി ആരാണ് സംസാരിക്കണം? ആരെങ്കിലും ഉണ്ടോ? 56 ഒരു 4 മിനിറ്റ് കൂടെ. ഓക്കെ, സുബി മാം, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മാം. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി സുനീത എല്ലാം പറഞ്ഞു. പിന്നെ അധികം പറയാനില്ല. നല്ല ക്ലാസ്, സൂപ്പർ. ഞാന് നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി ഡൗൺ ആയിരുന്നു, ഇപ്പൊ കേറി വരണു. പിന്നെ ഈ സംസാരിക്കാൻ പറ്റാത്തവരൊക്കെ അങ്ങനെയാണ് സംസാരിച്ചു പഠിക്കണേ. സംസാരിച്ചു കൂടെ പോകണം. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് പറയുമ്പോ തനിയെ വരും സംസാരം. എല്ലാവരും ഇതിനകത്ത് ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യാ. EFTയിൽ ഇപ്പൊ വരാത്തവരൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. എല്ലാവരും ജോയിൻ ചെയ്യാ. ഞങ്ങൾക്കൊക്കെ ഒരുപാട് റിസൾട്ട് കിട്ടിയ ആൾക്കാരാണ്. എല്ലാവരും വരണം എന്നാണ് ഞാനും പറയണത്. ഇന്നത്തെ ക്ലാസ്സിന്ന് എനിക്കും ഒത്തിരി നല്ല ക്ലാസ്, സൂപ്പർ. കുറേ നമുക്ക് അറിയണ കാര്യങ്ങളാണെങ്കിലും കുറച്ചുകൂടി ഒന്നുകൂടി വ്യക്തമായിട്ട് എല്ലാം കിട്ടി. പിന്നെ ഈ നെഗറ്റീവ് പറയുന്നിടത്ത് പോവണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോവാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നെഗറ്റീവ് ഒന്നും നമ്മളിലേക്ക് എടുക്കണ്ട, പോസിറ്റീവ് എടുക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എപ്പോഴും, എല്ലാം ശരിയാവും. ഓക്കെ, താങ്ക് യു സോ മച്ച് സുബി മാം. നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോവാതിരിക്കാൻ, ചിലയിടത്ത് നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല അല്ലെ. നമുക്ക് നമ്മുടെ ആളുകൾ, സ്വന്തം ആളുകളായാലും നമുക്ക് അവിടുന്ന് എന്താ പറയാ, ശാരീരികമായിട്ടും മാറി നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ആവശ്യം മീൻസ് അവരിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ജീവിത സാഹചര്യം കൊണ്ടാണ് അല്ലെ. നമ്മൾ പറഞ്ഞു, നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഷോക്ക് കിട്ടിയാല് അത് നമ്മുടെ അനുഭവങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർക്ക് സംഭവിച്ചതാകാം നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ അതില് നമുക്ക് നെഗറ്റീവ് തോട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മനഃപൂർവ്വം നമ്മളെ മാറ്റാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ ഇപ്പൊ ഈ കോഴ്സ് പഠിച്ച ആളുകൾക്കൊക്കെ എളുപ്പമാണ്, പക്ഷെ അല്ലാത്ത ആളുകൾക്ക് അത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് അല്ലേ. നമ്മളെ ഇതിലിങ്ങനെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈസിയാണ്, പക്ഷെ അല്ലാത്ത ആളുകളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ.
അവരെത്ര നരകതുല്യമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ അനുഭവിക്കുന്നത്. നെഗറ്റീവ് തോട്ട്സ് എന്താ, ഒരുപാട് അനുഗ്രഹങ്ങള്, എല്ലാ സൗകര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടും ജീവിതം ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം നമുക്കുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവരോട് എനിക്ക് പറയാനുള്ള ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങളുടെ ബ്ലെസ്സിങ്സിലേക്ക് നോക്കുക. മനഃപൂർവ്വം ആദ്യം നമ്മൾ ഫോഴ്സ്ഫുള്ളി നോക്കേണ്ടി വരും, പിന്നെ നമുക്ക് അത് കുറേ മാറ്റങ്ങൾ സംഭവിക്കും. എനിക്ക് കഴിയില്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ കഴിയും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് എങ്കിലും അവര് നെഗറ്റീവ് ആണല്ലോ, അവൻ നെഗറ്റീവ് ആണല്ലോ എന്ന് പറയാതെ അവര് പോസിറ്റീവാണ്, അവര് നല്ല ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ട റഫീഖ് സാറ്, നമ്മുടെ ഗുരുജി എപ്പോഴും പറയാറുണ്ട്, ലോകം എത്ര സുന്ദരമാണ്, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു മെസ്സേജ് നമ്മളിലേക്ക് പാസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് കുറെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ മാറും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അല്ലെ, നമ്മൾ പറയാറുണ്ട്, നന്ദി വർദ്ധിപ്പിക്കുന്നവന് ദൈവം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അല്ലെ, നന്ദികളാണ് നമ്മൾ കൂടുതൽ പറയേണ്ടത്. പരാതികൾ പറയുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും കൂടുതൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ തീരുമാനിക്കുക നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you very much. Thank you, ma'am.